ബിജെപിയുടെ സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി കെ സുരേന്ദ്രൻ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ക്രിസ്ത്യൻ വിഭാഗത്തെ ഒപ്പം ചേർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനം. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, കഴിഞ്ഞ ക്രിസ്മസ് കാലത്തും ഇതുപോലെയുള്ള സ്നേഹ സന്ദേശ യാത്ര ബിജെപി നടത്തിയിരുന്നു. ക്രിസ്ത്യൻ മതവിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമം തുടർച്ചയായി ബിജെപിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഇപ്പോൾ ആരൊക്കെയാണ് ഈ സംഘത്തിലുള്ളത്? എന്തൊക്കെയാണ് ലക്ഷ്യം? അല്പസമയം മുമ്പാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ സിറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ച് പുറത്തേക്ക് വന്നത്. അരമണിക്കൂറിലധികം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. ഇതിൽ ഇന്ന് സന്ദർശന ഉദ്ദേശമായി അദ്ദേഹം, അതായത് ബിജെപി നേതൃത്വം പറഞ്ഞത് ഇന്ത്യയുടെ ഭാഗമായി നടത്തുന്ന സ്നേഹ സന്ദേശ യാത്ര, അതായത് നേരത്തെയും ഉണ്ടായിരുന്നു, അതിന്റെ തുടർച്ച, അതിന്റെ ഭാഗമായിട്ടാണ് കർദിനാളിനെ സന്ദർശിച്ചത്. സിറോ മലബാർ സഭ ആസ്ഥാനം സന്ദർശിച്ചത്. അദ്ദേഹവുമായുള്ള ഒരു കൂടിക്കാഴ്ച ഊഷ്മളമായിരുന്നു എന്നാണ് സന്ദർശനത്തിന് ശേഷം പറഞ്ഞത്. കൂടുതൽ സ്വീകാര്യമാകുന്നു, അല്ലെങ്കിൽ ഈ ക്രൈസ്തവർക്ക് ബിജെപിയോട് തൊട്ടുകൂടായ്മയില്ല. പക്ഷെ ഇതൊരു രാഷ്ട്രീയ അജണ്ടയുടെയോ ഇലക്ഷൻ പ്രചാരണങ്ങളുടെ ഭാഗമായിട്ടല്ല തങ്ങൾ വന്നതെന്നാണ് അദ്ദേഹം ഒരു അവകാശവാദമായി പറയുന്നത്. ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയും അദ്ദേഹം പറഞ്ഞു, മിസോറാമിലും മണിപ്പൂരിലും മറ്റുമുണ്ടായിരുന്ന വിഷയങ്ങൾ ക്രൈസ്തവരെയും ബിജെപിയും തമ്മിൽ അകറ്റുന്നതിന് വലിയ രീതിയിലുള്ള വിഷയമായിട്ട് പലരും ഉയർത്തി കാണിച്ചിരുന്നു. പക്ഷെ അവിടെ വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളും കാര്യങ്ങളുമെല്ലാം, ആ പ്രദേശത്ത് വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളുമെല്ലാം കാണിക്കുന്നത് ക്രൈസ്തവർക്ക് വലിയ അകൽച്ച ബിജെപിയോട് ഇല്ല എന്ന് തന്നെയാണ്. ചിലരെല്ലാം തന്നെ അത് ബോധപൂർവം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. ഈ സന്ദേശയാത്രയോട് ഇപ്പോൾ സിറോ മലബാർ സഭാ നേതൃത്വം, പ്രത്യേകിച്ച് കർദിനാൾ ജോർജ് ആലഞ്ചേരി വളരെ ഊഷ്മളതയോടുകൂടി തന്നെയാണ് തങ്ങളെ സ്വീകരിച്ചത്. ക്രിസ്തുവിന്റെ സന്ദേശം അത് ഈ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അത് എല്ലായിടത്തും പ്രചരിപ്പിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹത്തെ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുവെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അല്പം മുമ്പ് സംസാരിക്കുമ്പോൾ ഈ സന്ദേശ യാത്രയെക്കുറിച്ച് പറഞ്ഞത്. ശരി, ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്.